ജോയിൻ ആണ്. സോ റൈറ്റ് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ടേബിളിലെ മുഴുവൻ ഡീറ്റെയിൽസും അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ടേബിളിലെ റൈറ്റ് സൈഡുമായി മാച്ച് ചെയ്യുന്ന റെക്കോർഡും നമുക്ക് കമ്പൈൻ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഡയഗ്രാം നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും. ടേബിൾ 2ലെ മുഴുവൻ ഡീറ്റെയിൽസും അതുപോലെ ടേബിൾ 1ഉം ടേബിൾ 2ഉം ടേബിൾ 1ലെയും ടേബിൾ 2ലെയും മാച്ച് ചെയ്യുന്ന റെക്കോർഡ്സും നമുക്ക് ലഭിക്കും. അതാണ് ഇൻ്റർസെക്ഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ നമുക്കിവിടെ ടേബിൾ റൈറ്റ് സൈഡിലെ ടേബിൾ 3 റെക്കോർഡുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ടേബിൾ നമുക്ക് 5 റെക്കോർഡുണ്ട്. സോ റൈറ്റ് സൈഡിലെ മുഴുവൻ ടേബിളും മുഴുവൻ റെക്കോർഡ്സും നമുക്ക് ലഭിക്കും. സോ ആ 3 റെക്കോർഡുമായി മാച്ച് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലെ റെക്കോർഡ് നമുക്ക് ലഭിക്കും. സോ നമുക്ക് ഈ റൈറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു 3 റെക്കോർഡ് അടങ്ങിയ ഒരു ടേബിളായിരിക്കും ലഭിക്കുക. ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിലെ മുഴുവൻ റെക്കോർഡും ഉണ്ടായിരിക്കും. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു റെക്കോർഡുമായി മാച്ച് ചെയ്യുന്ന റെക്കോർഡ് മാത്രം നമുക്ക് കമ്പൈൻ ചെയ്ത് ലഭിക്കും. സോ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. സോ റൈറ്റ് ജോയിൻ്റെ സിൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് സ്റ്റാർ, അതിനുശേഷം ഫ്രം കൊടുത്ത ശേഷം നമുക്ക് ടേബിൾ 1 സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ജോയിൻ എന്ന് കൊടുക്കുക, അതിനുശേഷം ടേബിൾ 2 സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് ബേസിസിലാണോ ഇത് കണക്ട് ചെയ്യുന്നത്, ഏത് കൺട്രിയിലെ കൺട്രി കോഡ്, അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേബിളിലെ കൺട്രി കോഡ്, അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലെ ടേബിളായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേബിളിലെ മുഴുവൻ റെക്കോർഡും ലഭിക്കുന്നു. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ടേബിളായിട്ടുള്ള കൺട്രി എന്ന് പറയുന്ന ടേബിളിൽ നിന്നും ഈ റൈറ്റ് സൈഡിലെ ടേബിളുമായി മാച്ച് ചെയ്യുന്ന വാല്യൂസ് ഉള്ള റെക്കോർഡ്സ് മാത്രം ലഭിക്കുന്നു. സോ അങ്ങനെ നമുക്കൊരു 3 റെക്കോർഡ് അടങ്ങിയ ഒരു ടേബിൾ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് റൈറ്റ് ജോയിൻ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്.